പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ ക്ലാരിറ്റിയിൽ പാടാൻ പറ്റും. ഈ ഭൈരവിയൊക്കെ നന്നായിട്ട് പാടാൻ പറ്റും. നോട്ട്സാണ് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്. പിന്നെ ഇത് ഒരു യൂഷ്വൽ ഖവാലിയായിട്ട് എനിക്ക് തോന്നിയത്. ഒരു യൂഷ്വൽ അതിൻ്റെ നമ്മുടെ സെലക്ഷൻ ഇപ്പോൾ നമുക്ക് ഇഷ്ടം പോലെ കേട്ടിട്ടുള്ള ഒരു രീതിയിലുള്ള ഒരു ഖവാലിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഈ ഒരു ട്രെൻഡ് സോങ്, ഈ ഒരു രീതിയിലുള്ള ഇതൊക്കെ പോയിട്ട് നമുക്ക് പുതിയൊരു രീതിയിലുള്ളൊരു ഖവാലിയൊക്കെ വരാം ശരിക്കും, മനസ്സിലായാലും. പക്ഷേ പഴയത് നല്ലതാണ്, അത് മോശം എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ കുറച്ചുകൂടെ നല്ല രീതിയിലുള്ള ഒരു ഖവാലിയൊക്കെ സെലക്ട് ചെയ്യാൻ പറ്റിയെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഇമ്പ്രവൈസ് ചെയ്യാനൊക്കെ പറ്റുമായിരുന്നു. ഇത് ഇറ്റ്സ് ഓക്കെ, നന്നായിട്ടുണ്ട്. പാടിയത് നല്ലതായിട്ടുണ്ട് കേട്ടോ. വോയിസ് നല്ല ടെക്സ്ചറാണ്, എല്ലാം വന്നത്. ഓക്കെ ദാൻ. താങ്ക് യു സർ. രാണത്ത? വൈകാശ് നന്നായിട്ട് പാടിട്ടോ. എനിക്ക് സാറ് പറഞ്ഞ തന്നെ എനിക്ക് അതന്നെ ആദ്യം പറയാനുള്ള. ശരിക്കും നല്ല ഒരു നല്ല എനർജി കൊടുത്ത് പാടുക എന്ന് പറയില്ല, അത് ശരിക്ക് വൈകാശ് ചെയ്തിട്ടുണ്ട്. പിന്നെ എന്താ പറയാ, ചില സംഗതികളിലുള്ള ഒന്നും കൂടിയൊക്കെ ഒന്ന് ക്ലിയർ ആവായിരുന്നു. അങ്ങനെയുള്ള കുഞ്ഞു പ്രശ്നങ്ങളുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു ഇപ്പൊ ഒരുപാട് നമ്മൾ ഇപ്പം ഇതിൽ തന്നെ കുട്ടികൾ പാടി, പിന്നെ കഴിഞ്ഞ സീസണിലും ഒക്കെ ഒത്തിരി, അതായിരിക്കും സാറ് പറഞ്ഞു, ഒരുപാട് നല്ല ഖവാലീസ് അല്ലേ, കുറച്ചും കൂടിയും ഒക്കെ ഒരു ഇത് സാധാരണ ശരിയാ അത് കേട്ട് വരുന്ന അതാണ് സാറ് അങ്ങനെ പറഞ്ഞത്. പക്ഷെ ഒന്നും കൂടി സെലക്ഷൻ കൊണ്ടുവരായിരുന്നു എന്നാണ് സാറ് പറഞ്ഞത് കേട്ടോ. അപ്പൊ എന്ന് വെച്ചാൽ പല രീതിയിലുള്ള ഒരുപാട് ഖവാലീസ് ഇപ്പം നമ്മൾ തന്നെ കേട്ടല്ലോ, നേരത്തെയും കഴിഞ്ഞതിലും പാടിയിട്ടുണ്ട്. അപ്പം പക്ഷെ എന്നാലും മോൻ അത് എടുത്തത് ശ്രമിച്ചിട്ടുണ്ട്. ഫസ്റ്റ് പറഞ്ഞില്ലേ നല്ല രസമാവാടാന്നാ പറഞ്ഞ് മാഗിനെ ചോദിച്ചപ്പോ, ശരിക്കും അതൊരു വല്ലാത്തൊരു സുഖമല്ലേ എന്നിങ്ങനെ കേൾക്കാൻ. പിന്നെ നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ എല്ലാവർക്കും എന്ത് സപ്പോർട്ടായിട്ടാണെന്നറിയോ നമ്മുടെ ഓർക്കസ്ട്ര നിൽക്കുന്ന അവര് ശരിക്കും ഈ ഖവാലി അല്ലേ, നിങ്ങൾക്ക് അത്രയും നിങ്ങൾക്ക് തന്നെ ഫീൽ ചെയ്യും, നമുക്കും ഫീൽ ചെയ്യുന്നു. അപ്പൊ അത് എടുത്തെടുത്ത് ശരിക്കും ഓരോ പാട്ടില് പറയുന്നത് മൊത്തത്തിലായിട്ട് ഞാനങ്ങ് പറയാം, അത്രയ്ക്കും അവര് ബാക്കിങ് നിങ്ങൾക്ക് തരുന്നുണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞ തന്നെ ഒരു അങ്ങനെയുള്ള പ്രശ്നങ്ങളേ ഉള്ളൂ. പക്ഷെ എനിക്ക് എന്നാലും ഭയങ്കര ആ ഖവാലിയുടെ ഒരു എനർജി കൊടുത്ത് അത് വൈകാശ് പാടിയിട്ടുണ്ട് കേട്ടോ. താങ്ക് യു രാണത്ത. ഷാൻ സർ? വൈകാശ് നല്ല എനർജിയിൽ തന്നെയാണ് പാടിയത്. കംപ്ലീറ്റ്ലി ഫ്ലോലെസ് ആണെന്ന് പറയാൻ പറ്റില്ല, ചെറിയ ചെറിയ ഇഷ്യൂസ് അവിടെ ഇവിടെ ഒക്കെ ഉണ്ടായിരുന്നു. ഫ്ലോലെസ് പെർഫോമൻസ് ഒക്കെ വരേണ്ട ഒരു സമയമാണിത്, സെമി ഒക്കെ ആയതുകൊണ്ട്. നമുക്കിപ്പോൾ ഒരു പാട്ടുകൂടെ ഇല്ലേ? ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സാറ് പറഞ്ഞില്ലേ ഇതൊരു ഒന്നുകൂടെ ഒന്നിപ്പോൾ വേറെ ഇത് ഖവാലിയൊക്കെ ഒന്ന് സെലക്ട് ചെയ്യുന്നത്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു പെർഫോമൻസ് നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് സ്പെഷ്യൽ ആക്കാൻ പറ്റും അല്ലേ. ചില ആളുകൾ വളരെ സാധാരണ പാട്ടുകൾ മികവുറ്റ രീതിയിൽ പാടിയിട്ട് അത് സ്പെഷ്യൽ ആക്കിയിട്ടുണ്ട് അല്ലേ. അപ്പം നമ്മൾ വിചാരിക്കുമോ ഇത് ഇങ്ങനെയും പാടാൻ പറ്റുമോ എന്ന് നമ്മൾ ആലോചിക്കാറുണ്ട്. അപ്പം അങ്ങനെയുള്ള സ്പെഷ്യൽ പെർഫോമൻസുകൾ വരേണ്ട ഒരു സ്റ്റേജിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പം ഇതത്ര അങ്ങോട്ട് സ്പെഷ്യൽ ആയില്ല എന്ന് മാത്രമേ ഉദ്ദേശിച്ചുള്ളൂ. ഓക്കെ, നല്ല ത്രോ ഉണ്ടായിരുന്നു, നല്ല വൈബ്രന്റ് പെർഫോമൻസ് ആയിരുന്നു. ഒരു സ്പെഷ്യൽ സംഭവം കൂടി ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് തോന്നി. ഓക്കെ, താങ്ക് യു സാർ. താങ്ക് യു ഷാൻ സർ. ഫൈസൽ മാഷ്? അനീസ് കൂരാട് എഴുതിയും മ്യൂസിക് ചെയ്തതും പറഞ്ഞല്ലോ, ഇത് പാടിയതും ആരാ മോനെ ആദ്യം? അനീസ് മാഷിനൊന്നും പറഞ്ഞ അനീസ് മാഷ പാടി മോനെ പഠിപ്പിച്ചാ? എന്നെ അഷ്റഫ് മഞ്ചേരി സാറാ പഠിപ്പിച്ചു. ഓക്കെ ഓക്കെ. അനീസ് മാഷനെ പാടി വെച്ചതാ അല്ലേ? എന്നാലും കേൾക്കാനൊരു സുഖമൊക്കെ ഉണ്ട്. പിന്നെ ഇവർ പറഞ്ഞതുപോലെ സാധാരണ നമ്മൾ കേൾക്കുന്ന ഒരു ഖവാലിയുടെ ഒരു മൂഡ്, അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നമേ ഉള്ളൂ. അതേസമയത്ത് മോന് ഒരുപാട് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. കാരണം പല ഘട്ടത്തിലും അത്ഭുതകരമായി രക്ഷപ്പെട്ടൊക്കെയാണ് വൈകാശ് ഇവിടെ എത്തിയത്. അപ്പം അതുകൊണ്ട് തന്നെ ആ പാട്ടിൻ്റെ ഇപ്പോൾ 14ാം സീസൺ 4 തുടക്കത്തിലുള്ള വൈകാശ് അല്ല, അപ്പോൾ ഒരുപാട് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്, അത് സമ്മതിച്ചാൽ മതിയാവും. അപ്പോൾ നന്നായിട്ട് അധ്വാനിക്കുന്നുണ്ട്, എനിക്കറിയാം. കാരണം പാട്ടിൻ്റെ സെലക്ഷൻ കാര്യത്തിലൊക്കെ ഒരുപാട് അധ്വാനിക്കുന്നുണ്ട്. അത് തന്നെയാണ് ഈ സെമി ഫൈനലിൽ മോനെ എത്തിച്ചത്. ഏതായാലും ഈ പാട്ട് ഒരു വലിയ എന്താ പറയുക അത്ഭുതങ്ങൾ കാട്ടി എന്ന് പറയുന്നില്ല, അതേസമയം വലിയ പോരായ്മകളും ഇല്ല, ഒരു സാധാരണ സംഭവിക്കാവുന്ന കാര്യങ്ങൾ തന്നെ. അതുകൂടെ ശ്രദ്ധിച്ച് അടുത്ത പാട്ടിൽ ശരിയാക്കട്ടെ. ഓക്കെ, താങ്ക് യു സാർ. താങ്ക് യു ഫൈസൽ മാഷെ. അപ്പം വൈകാശ്, നമുക്ക് ഖവാലി സോങ്ങിൽ എത്ര മാർക്സ് കിട്ടും നോക്കാം. വൈകാശിന്റെ സെമി ഫൈനൽസിന്റെ ഫസ്റ്റ് സെറ്റ് ഓഫ് മാർക്സ് ആണ്. യെസ് ഷാൻ സർ, ഐ സ്റ്റാർട്ട് വിത്ത് യു. ഔട്ട് ഓഫ് 30 27. താങ്ക് യു ഷാൻ സർ. ഫൈസൽ മാഷെ? 27 again. Thank you ഫൈസൽ മാഷെ. രാണത്ത?
27 ആണ് 3 ജഡ്ജസ് തന്നിട്ടുള്ളത്. ഇനി ഔട്ട് ഓഫ് 10 വൈകാശ് 9 മാർക്സ്. വൈകാശ് കൺഗ്രാറ്റുലേഷൻസ്, 90 ഔട്ട് ഓഫ് 100 ആണ് ലഭിച്ചിരിക്കുന്നത്. ഇതൊരു കുഴപ്പമില്ലാത്ത മാർക്സ് ആണ്. ബട്ട് ഫൈനൽസിലേക്ക് പോകണമെങ്കിൽ അടുത്ത പാട്ടിൽ പിടിക്കും. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. സോ നമ്മുടെ സെമി ഫൈനൽ സ്റ്റേജ് ഇവിടെ ആരംഭിച്ചു കഴിഞ്ഞു. ഇനി അടുത്ത എപ്പിസോഡിൽ കൂടുതൽ വാശിയേറിയ മത്സരങ്ങൾ നമുക്ക് കാണാം. അതിനുവേണ്ടി കാത്തിരിക്കുക. ഓൺലി ഓൺ ബിസ്മി പ്രസൻസ് 14ാം രാവ് സീസൺ 4 പവർഡ് ബൈ ഫാത്തിമ സൂപ്പർ മാർക്കറ്റ്, ഹൈപ്പർ മാർക്കറ്റ്, ഡിപ്പാർട്ട്മെന്റ് സ്റ്റോർസ്. ഗുഡ് നൈറ്റ്. സർവലോകസാരഥിനി കരുണാവാരിധിനി ഇരുളിലെ വിളക്കാണു നീ എൻ്റെ കരളിന് കരുത്താണു നീ എൻ്റെ കരളിന് കരുത്താണു നീ സർവലോകസാരഥിനി കരുണാവാരിധിനി ഇരുളിലെ വിളക്കാണു നീ എൻ്റെ കരളിന് കരുത്താണു നീ എൻ്റെ കരളിന് കരുത്താണു നീ. മുഹമ്മദ് റസൂലിന്റെ വഴിയെ നടന്നതില്ല, അമലൊന്നും ചെയ്യാനായില്ല, എനിക്ക് ആപ്പുകൾ പാടാനായില്ല. മുഹമ്മദ് റസൂലിന്റെ വഴിയെ നടന്നതില്ല, അമലൊന്നും ചെയ്യാനായില്ല, എനിക്ക് ആപ്പുകൾ പാടാനായില്ല. കഥനങ്ങൾ മാറ്റിടേണേ, കണ്ണീർ തുടച്ചിടേണേ, ദുരിതമകറ്റിയിടണേ, എൻ്റെ പാപം പൊറുത്തിയിടണേ. സർവലോകസാരഥിനി കരുണാവാരിധിനി ഇരുളിലെ വിളക്കാണു നീ എൻ്റെ കരളിന് കരുത്താണു നീ എൻ്റെ കരളിന് കരുത്താണു നീ. തൗബതൻ താൾ തുറക്കാൻ തുടിക്കുന്ന കൽബുമായി നാഥാ ഞാൻ നിന്നെ കാക്കുന്നു, എന്നും സുജൂദിൽ വീണു വീഴുന്നു. തൗബതൻ താൾ തുറക്കാൻ തുടിക്കുന്ന കൽബുമായി നാഥാ ഞാൻ നിന്നെ കാക്കുന്നു,
സർവലോക സാരഥി നീ കരുണാവാരിധി